ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് അട ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അവിടെ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വാഴയില മുറിക്കാം കേട്ടോ. അത് ഇല മുറിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇല മുറിച്ചെടുത്തിട്ട് അടക്കി പരത്താനുള്ള പാകത്തിനുള്ള പീസുകളായിട്ട് നമുക്ക് മുറിച്ച് വയ്ക്കാം കേട്ടോ. ഇനി ചെറുതായി ഇതുപോലെ മാവ് എടുത്തിട്ട് അതിൽ നന്നായിട്ട് കനം കുറച്ച് പരത്തി കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളത്തിൽ കൈയൊന്ന് മുക്കിയിട്ട് പരത്തി കഴിഞ്ഞാൽ വേഗത്തിൽ പരത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാവിലേക്ക് ഇനി നാളികേരം മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതങ്ങനെ ആ സൈഡിൽ മാത്രം ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇല മടക്കുക. ഇനി നമുക്ക് ഇതേമാതിരി ഒരു പാൻ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന അടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അട നന്നായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ വാഴയില മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള അട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ.